2022 ഫിഫ ലോകകപ്പിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോർച്ചുഗൽ കോച്ച് ബെഞ്ചിലിരുത്തിയതായിരുന്നു. ദക്ഷിണ കൊറിയയ്ക്കെതിരായ മത്സരത്തിൽ റൊണാൾഡോയെ ബെഞ്ചിലിരുത്തിയ കോച്ച് ഫെർണാണ്ടോ സാന്റോസ് മൊറോക്കോയ്ക്കെതിരായ ക്വാർട്ടർ ഫൈനലിലും 38-കാരനായ റൊണാൾഡോയെ ആദ്യ ലെവലിൽ ഉൾപ്പെടുത്തിയില്ല. മൊറോക്കോയോട് തോറ്റ് പോർച്ചുഗൽ ലോകകപ്പിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇതോടെ സാന്റോസിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയർന്നത്. എന്നാൽ ഈ തീരുമാനത്തിൽ തനിക്ക് ഖേദമില്ലെന്നും അപ്പോൾ ടീമിന്റെ തന്ത്രം അതായിരുന്നുവെന്നും സാന്റോസ് പറയുന്നു. നിലവിൽ ബെസിക്ടാസ് ക്ലബിന്റെ കോച്ചാണ് സാന്റോസ്. അതൊരു തന്ത്രപരവും സാങ്കേതികവുമായ തീരുമാനമായിരുന്നു. മറ്റ് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തന്ത്രപരമായ തീരുമാനങ്ങളാണ് എനിക്ക് എപ്പോഴും ഏറ്റവും പ്രധാനം. എനിക്ക് ഈ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. ഞാൻ അവ ശരിയായി ചെയ്തു. ഞങ്ങൾ ലോകകപ്പിൽ നിന്ന് പുറത്തായില്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നവും ഉണ്ടാകില്ലായിരുന്നു. ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ ആദ്യ ലെവലിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ റൊണാൾഡോയോട് പറഞ്ഞിരുന്നു. സാധാരണ പോലെ അതിൽ റൊണാൾഡോ തൃപ്തനായിരുന്നില്ല. ഒരു കളിക്കാരൻ പോർച്ചുഗലിന്റെ ക്യാപ്റ്റനായിരിക്കുകയും ബെഞ്ചിലിരിക്കുകയും ചെയ്യുമ്പോൾ അയാൾക്ക് സന്തോഷമില്ല എന്നത് സാധാരണമാണ്. ഞാൻ സ്റ്റാർട്ടറായി കളിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അത് നല്ല ആശയമാണോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. തീർച്ചയായും റോണോ സന്തോഷവാനായിരുന്നില്ല. ഞാൻ അദ്ദേഹം ഒരിക്കലും ടീം വിട്ടു പോകാൻ ആഗ്രഹിച്ചിട്ടില്ലെന്ന് താൻ ഉറപ്പു നൽകുന്നുവെന്നും സാന്റോസ് കൂട്ടിച്ചേർത്തു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.